ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംവിധാൻ ദിവസിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസസ് ഇന്ത്യ സംവിധാനം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ആധാർ ഡേറ്റാബേസിന്റെ കൃത്യതയ്ക്കായി മരണമടഞ്ഞ വ്യക്തികളുടെ 2 കോടിയിലധികം ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കി UIDAI. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണ കേസിൽ ഒരാളെ കൂടി ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയാകും. വാർത്തകൾ വിശദമായി. ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. സംവിധാൻ ദിവസിന്റെ ഭാഗമായി സുപ്രീംകോടതിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കേരളത്തിൽ നിന്നുള്ള ദാക്ഷായണി വേലായുധൻ ഉൾപ്പെടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ശ്രീമതി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. मैं उन संविधान निर्माताओं को सादर नमन करती हूँ. बाबा साहेब की तरह ही संविधान सभा की सदस्य श्रीमती दाक्षायणी वेलायुधन समाज के उस वर्ग से आती थी जिसे तब दलित वर्ग यानी डिप्रेस्ड क्लासेस कहा जाता था. उन्होंने भी वंचित वर्गों तथा महिलाओं के लिए आवाज उठाने के साथ साथ पूरे समाज और देश के नवनिर्माण की दृष्टि से कार्य किया. ന്യൂഡൽഹി സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ രാവിലെ നടന്ന പരിപാടിയെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭരണഘടനയുടെ ആമുഖം വായിച്ച ശ്രീമതി മുർമു മലയാളം ഉൾപ്പെടെ 9 ഭാഷകളിൽ വിവർത്തനം ചെയ്ത ഭരണഘടനയുടെ പതിപ്പും പുറത്തിറക്കി. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന പരിപാടികളുടെ ഭാഗമായി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ സമ്മേളനം സംഘടിപ്പിച്ചു. സാമൂഹിക പരിഷ്കരണം, സാമ്പത്തിക വികസനം, ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ രാജ്യത്തെ മുന്നോട്ട് നയിച്ചതിൽ ഭരണഘടന സുപ്രധാന പങ്ക് വഹിച്ചതായി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ ത്യാഗം, സ്വപ്നങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും സാക്ഷാത്കരിക്കുക എന്ന ആശയത്തിലൂന്നിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. The whole world is now celebrating democracy, but democracy is not a new concept to our mother Bharat. History reveals that democracy has been existing in the places like Vaishali in the north and the Chola rulers adopted Kudavolai in the south. That makes us proud to call Bharat as the mother of democracy. ഭരണഘടനാ ദിനത്തിൽ പ്രധാനമന്ത്രി, രാജ്യരക്ഷാമന്ത്രി തുടങ്ങിയ പ്രമുഖർ ഭരണഘടനാ ശില്പികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ ശില്പികളുടെ ദർശനവും ദീർഘവീക്ഷണവും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഓരോ പൌരന്റെയും പരിശ്രമത്തിൽ പ്രചോദനം നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരള രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭരണഘടനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര വ്യോമയാന വിപണികളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹൈദരാബാദിൽ സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസസ് ഇന്ത്യ സംവിധാനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻനിര വ്യോമയാന പ്രൊപ്പൽഷൻ എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണി, പരിപാലനം തുടങ്ങിയവയ്ക്ക് സഫ്രാൻ സംവിധാനം ഏറെ സഹായകമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റിന്റെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് 7280 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, ഇലക്ട്രോണിക്സ്, എയ്റോസ്പേസ് എന്നിവയുടെ നിർമ്മിതിയിൽ അത്യന്താപേക്ഷിതമാണ് റെയർ എർത്ത് മാഗ്നറ്റുകൾ. നിലവിൽ രാജ്യം ഇറക്കുമതിയെ ആണ് ആശ്രയിക്കുന്നത്. പൂനെ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ദേശീയ ക്ഷീര ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും SP സിംഗ് ബാഘേലും ചേർന്ന് 15 പേർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കേരളത്തിൽ നിന്ന് മിൽമ മലബാർ യൂണിറ്റിന്റെ വയനാട് മീനങ്ങാടി, പാലക്കാട് കുന്നങ്കാട്ടുപതി ക്ഷീരോത്പാദക സംഘങ്ങൾ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണ കേസിൽ ഒരാളെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയ ഉമർ നബിക്ക് താമസ സൌകര്യം നൽകിയതിന് ഫരീദാബാദ് സ്വദേശി സോയബീനെയാണ് NIA സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ആക്രമണം നടത്താൻ സഹായിച്ചതായും NIA കണ്ടെത്തി.
ആധാർ ഡേറ്റാബേസിന്റെ കൃത്യത നിലനിർത്തുന്നതിന് മരിച്ച വ്യക്തികളുടെ 2 കോടിയിലധികം ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കി UIDAI. സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയുടെ രജിസ്ട്രാർ ജനറലിൽ നിന്നാണ് UIDAI ഈ ഡേറ്റ ശേഖരിച്ചതെന്ന് ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. മരിച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നത് തടയുന്നതിനാണ് ഈ നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മറ്റന്നാൾ വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഒഡീഷ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ നിയമസഭയെ അഭിസംബോധന ചെയ്യും. MLA ആയി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ശേഷം രാഷ്ട്രപതിയായി ശ്രീമതി മുർമു ഒഡീഷയിൽ തിരികെ എത്തുന്ന ചരിത്ര ദിവസം കൂടിയാണ് നാളെ. 2000-2004 വർഷങ്ങളിൽ റായ് രംഗ്പൂരിൽ നിന്ന് 2 തവണയാണ് ദ്രൌപദി മുർമു നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. സദ്ഭരണത്തിന്റെയും സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെയും പരിവർത്തന യാത്രയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭരണഘടന പിന്തുടർന്നാൽ 2047ഓടെ ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. संविधान के मार्गदर्शन में पिछले 7 दशक से अधिक के कालखंड में हमने नीतियों और कानून बनाए और सामाजिक न्याय और समावेशी विकास के लक्ष्य प्राप्त किए. हमने अपने संविधान के मार्गदर्शन में सुशासन और सामाजिक आर्थिक विकास की एक परिवर्तनकारी यात्रा तय की है. भारत विश्व का सबसे जीवंत और सफल लोकतंत्र माना जाता है. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടത്തിലൂടെ ഇതുവരെ 50,54,00,000-ലധികം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് SIR 2ാം ഘട്ടം ആരംഭിച്ചത്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീംകോടതി നിർദ്ദേശം. SIR-നെതിരെയുള്ള കേരളത്തിന്റെ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതി റിപ്പോർട്ട് തേടിയത്. 99% വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോമുകൾ നൽകിയതിനാൽ SIR പ്രക്രിയ മാറ്റിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ഹർജി അടുത്ത മാസം 2-ന് കോടതി വീണ്ടും പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകരായ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പ്രകാരം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലല്ലാത്ത ഒരു വിഭാഗത്തിനും ഈ സൌകര്യം ഏർപ്പെടുത്താൻ കഴിയില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 140.10 അടിയിൽ എത്തി. ഇതേ തുടർന്ന് തമിഴ്നാട് 1ാം ഘട്ട ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2030-ലെ കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയാകും. ഗ്ലാസ്ഗോവിൽ നടന്ന 74 കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് അഹമ്മദാബാദിനെ വേദിയായി പ്രഖ്യാപിച്ചത്. ഇതിനു മുൻപ് കോമൺവെൽത്ത് ഗെയിംസിന് 2010-ൽ ന്യൂഡൽഹി വേദിയായിട്ടുണ്ട്. ഗുവാഹത്തിയിൽ നടന്ന 2ാം ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. 408 റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ദക്ഷിണാഫ്രിക്ക 2-0 പരമ്പരയും സ്വന്തമാക്കി. 549 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മത്സരത്തിന്റെ അവസാന ദിനമായ ഇന്ന് 140 റൺസിന് എല്ലാവരും പുറത്തായി. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സിനിമാ ആസ്വാദകരുടെ മനം കവർന്ന് 2 ഗോവൻ ചിത്രങ്ങൾ. നിതീഷ് പാരീസ് സംവിധാനം ചെയ്ത വൈമാനിക്, സോഹം ബെൻജയുടെ സീറോ ബൾബ് എന്നിവയുടെ പ്രദർശനം ഇന്ന് നടന്നു. 2 ചലച്ചിത്രങ്ങളും പ്രമേയം, അവതരണം തുടങ്ങിയവയിൽ മികച്ചു നിൽക്കുന്നതായി പ്രേക്ഷകർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ മൂല്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംവിധാൻ ദിവസിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിൻ സർവീസസ് ഇന്ത്യ സംവിധാനം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ആധാർ ഡേറ്റാബേസിന്റെ കൃത്യതയ്ക്കായി മരണമടഞ്ഞ വ്യക്തികളുടെ 2 കോടിയിലധികം ആധാർ നമ്പറുകൾ നിർജ്ജീവമാക്കി UIDAI. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. ഡൽഹി ചുവപ്പുകോട്ട ഭീകരാക്രമണ കേസിൽ ഒരാളെ കൂടി ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ദേശീയ അന്വേഷണ ഏജൻസി. 2030-ലെ കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.